അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 25 ചൊവ്വാഴ്ച. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഉറ്റ ബന്ധുക്കളായ 5 പേരെ യുവാവ് വെട്ടിക്കൊന്നു. മുത്തശ്ശിയും സഹോദരനുമടക്കം സ്വന്തം കുടുംബത്തിലെ 5 പേരെയാണ് 23 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് കൊലപ്പെടുത്തിയത്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ പേരുമല സ്വദേശി അഫാനാണ് കേരളത്തെ നടുക്കിയ ഈ കൊലപാതകങ്ങൾ നടത്തിയത്. 3 വീടുകളിലായാണ് അഫാൻ ഈ കൂട്ടക്കുരുതി നടത്തിയത്. അഫാന്റെ മൊഴിയനുസരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ 6 പേരെയും കണ്ടെത്തി. ഇതിൽ അഫാന്റെ മാതാവൊഴികെ എല്ലാവരും പോലീസ് എത്തും മുന്നേ മരിച്ചിരുന്നു. അഫാന്റെ 88 വയസ്സുള്ള മുത്തശ്ശി സൽമ ബീവി, 13 വയസ്സുള്ള സഹോദരൻ അഫ്സാൻ, പിതാവിന്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, അഫാന്റെ പെൺസുഹൃത്തെന്ന് സംശയിക്കുന്ന ഫർസാന എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അഫാന്റെ മാതാവ് ഷെമി അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പേരുമലയിൽ 3 പേരെയും ചുള്ളോളത്ത് 2 പേരെയും പാങ്ങോട്ട് ഒരാളെയും കൊലപ്പെടുത്തി എന്നാണ് അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയത്. കല്ലറ പാങ്ങോട്ടെ മുത്തശ്ശിയുടെ വീട്ടിലെത്തിയാണ് ഇയാൾ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. സൽമ ബീവിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം SN പുരം ചുള്ളാളത്തെ പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തി പിതാവിന്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദയെയും വെട്ടിക്കൊന്നു. പിന്നീടാണ് പേരുമലയിലെ വീട്ടിലെത്തി അമ്മ ഷെമി, പെൺസുഹൃത്ത് ഫർസാന, സ്വന്തം സഹോദരൻ അഫ്സാൻ എന്നിവരെ ആക്രമിച്ചത്. ക്യാൻസർ രോഗിയായ ഷെമി ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കുമിടയിലാണ് എല്ലാ കൊലപാതകങ്ങളും നടന്നതെന്ന് SP KS സുദർശൻ IPS. വിഷം കഴിച്ചതായി സംശയമുള്ളതിനാൽ പ്രതി അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനാൽ മൊഴി കൃത്യമായി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെന്നും SP പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൊലപാതകങ്ങളെക്കുറിച്ചും ആയുധങ്ങളെ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ പറയാനാകൂവെന്നും SP പ്രതികരിച്ചു. അതേസമയം റിപ്പർ മോഡൽ നിഷ്ഠൂരമായ കൊലപാതകമാണ് നടന്നതെന്നും ചുറ്റിക അടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് 23-കാരനായ അഫാൻ 5 പേരെയും കൊലപ്പെടുത്തിയതെന്നും കൊല നടത്തുന്നതിനായി പ്രതി ചുറ്റിക വാങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട്. കൂട്ടക്കൊലയിൽ പ്രതികരണവുമായി പ്രതി അഫാന്റെ പിതാവ് റഹീം. നാട്ടിൽ തനിക്ക് സാമ്പത്തിക ബാധ്യതയൊന്നുമില്ലെന്നും പെൺകുട്ടിയുമായുള്ള ബന്ധം തന്നെ അറിയിച്ചിട്ടില്ലെന്നും സൌദിയിലുള്ള റഹീം പറഞ്ഞു. അഫാന് മറ്റു പ്രശ്നങ്ങളുള്ളതായി ഒരു വിവരവും അറിയില്ലെന്നും റഹീം പറഞ്ഞു. സംസ്ഥാന കോൺഗ്രസിലെ പ്രതിസന്ധിയിൽ നിർണായക ഇടപെടലുമായി ഹൈക്കമാൻഡ്. പ്രധാന നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്നും KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമടക്കം വെള്ളിയാഴ്ചത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്നും തരൂർ വിവാദവും പുനഃസംഘടനയും സംഘടനാ പ്രശ്നങ്ങളും ചർച്ചയാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അനുനയ നീക്കവുമായി ശശി തരൂരിനെ വിളിച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ. അവഗണനയിൽ അതൃപ്തി പ്രകടിപ്പിച്ച തരൂരിനോട് പരാതികൾ ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചതായാണ് വിവരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നോ കമന്റ്സ് പ്രതികരണം ആവർത്തിച്ചു. തരൂരിന് വീഴ്ച പറ്റിയെന്ന് RSP വിമർശിച്ചു. തരൂരിനെ ഒപ്പം നിർത്തണമെന്ന അഭിപ്രായമുള്ള സുധാകരൻ പരാതികൾ പരിഗണിക്കാമെന്ന് തരൂരിനെ അറിയിച്ചെന്നാണ് വിവരം. മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്ന CPMന്റെ പുതിയ രേഖ ഒരിക്കലും ഞെട്ടലുണ്ടാക്കുന്നതല്ലെന്നും സംഘപരിവാറുമായി സന്ധി ചെയ്തതിന്റെ തെളിവാണ് മോദി സർക്കാരിനുള്ള ഫാസിസ്റ്റ് പ്രയോഗത്തിലെ ഇളവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കാരണം കാലങ്ങളായി BJPയുമായുള്ള രഹസ്യബന്ധമാണ് ഇപ്പോൾ പുറത്തായത്. കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലെയും തീരുമാനങ്ങളെ മറികടന്ന് മോദി സർക്കാർ ക്ലാസിക് ഫാസിസ്റ്റുകളുമല്ല നവഫാസിസ്റ്റുകളുമല്ല, ഇങ്ങനെ പോയാൽ അവർ അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് CPM കണ്ടുപിടിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ആക്ഷേപങ്ങൾ ഏറെ ഉയരുമ്പോഴും ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് ലക്ഷ്യമിട്ടാണ് ഫാസിസത്തോടുള്ള CPMന്റെ മൃദു സമീപനമെന്നാണ് രാഷ്ട്രീയ റിപ്പോർട്ട്. BJPയും RSSും ഫാസിസ്റ്റല്ല എന്ന CPM പാർട്ടി കോൺഗ്രസ് കരട് പ്രമേയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് മറിക്കാനുള്ള അടവ് നയത്തിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല.
കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസിൽ ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയ ബിജെപി നേതാവ് PC ജോർജിനെ റിമാൻഡ് ചെയ്തു. ചോദ്യം ചെയ്യലിന് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതിനാടകീയമായി ഈരാറ്റുപേട്ട കോടതിയിലെത്തി കീഴടങ്ങിയ PC ജോർജിന് കനത്ത തിരിച്ചടിയാണ് കോടതിയുടെ തീരുമാനം. അതേസമയം PC ജോർജിനെ ECGയിൽ വേരിയേഷൻ കണ്ടെത്തിയതിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജ് ICUവിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ECGയിൽ വ്യതിയാനം കണ്ടെത്തിയത്. മുതിർന്ന നേതാവ് PC ജോർജിനെ സർക്കാർ വേട്ടയാടുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. PCയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും ചാനൽ ചർച്ചയിൽ സംഭവിച്ച ഒരു നാക്കുപിഴയുടെ പേരിൽ അദ്ദേഹം പരസ്യമായി മാപ്പ് ചോദിച്ചിരുന്നുവെന്നും എന്നാൽ ഒരു തീവ്രവാദിയെ പോലെയാണ് സർക്കാർ PC ജോർജിനോട് പെരുമാറിയതെന്നും അദ്ദേഹം വിമർശിച്ചു. ആശാപ്രവർത്തകരുടെ സമരത്തെ തള്ളിപ്പറഞ്ഞും അധിക്ഷേപിച്ചും CITU. അരാജക സംഘടനകളുടെ സമര നാടകമെന്ന് എളമരം കരീം സമരത്തെ വിമർശിച്ചു. രാഷ്ട്രീയ പ്രേരിത സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സമരം ചെയ്യാനുള്ള അവകാശം ഏതെങ്കിലും സംഘടനയുടെ കുത്തകയല്ലെന്ന് സമരസമിതി നേതാവ് തിരിച്ചടിച്ചു. അതേസമയം സമരത്തെ പിന്തുണച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി രംഗത്തുവന്നു. ആശാ വർക്കർമാരുടേത് ന്യായമായ സമരമാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാർ കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും അവർ പറഞ്ഞു. കാരക്കോണം മെഡിക്കൽ കോഴ കേസിൽ പരാതിക്കാർക്ക് പണം തിരിച്ചു നൽകാൻ നടപടി തുടങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ പണമാണ് പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകിയത്. 8 പരാതിക്കാരിൽ 6 പേർക്ക് 80 ലക്ഷം രൂപയുടെ ചെക്ക് കൊച്ചി ED ഓഫീസിൽ വെച്ച് നേരിട്ട് കൈമാറി. കേസിൽ 6 പ്രതികൾക്കെതിരെ ED കൊച്ചിയിലെ കോടതിയിൽ കുറ്റപത്രം നൽകിയിരുന്നു. വിചാരണ തുടങ്ങാനിരിക്കെയാണ് പരാതിക്കാർക്ക് പണം തിരികെ നൽകിയത്. ബസ് റൂട്ട് പെർമിറ്റ് മാറ്റാൻ കൈക്കൂലിയായി മദ്യവും പണവും ആവശ്യപ്പെട്ട കേസിൽ എറണാകുളം മുൻ RTO ജേഴ്സന്റെ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ കോടതി തള്ളി. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ജേഴ്സൺ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുകയായിരുന്നു. ഇയാൾക്കൊപ്പം അറസ്റ്റിലായ ഏജന്റ് രാമപടിയാർക്കും ജാമ്യം നൽകിയില്ല. 2ാം പ്രതി സജേഷിന് കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യാപേക്ഷ തള്ളിയതോടെ ജേഴ്സൺ, രാമപടിയാർ എന്നിവരെ റിമാൻഡ് ചെയ്തു. പണിമുടക്കി സമരം ചെയ്ത കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനയിലെ അംഗങ്ങൾക്ക് എതിരെയുള്ള പ്രതികാര നടപടിയിൽ നിന്ന് KSRTC പിന്മാറി. പണിമുടക്കിയവർക്ക് ഡയസ് നോൺ ബാധകമാക്കി ഒരു ദിവസത്തെ ശമ്പളം പിടിക്കാനുള്ള തീരുമാനമാണ് KSRTC മാനേജ്മെന്റ് പിൻവലിച്ചത്. പ്രതിഷേധം ശക്തമായതോടെയാണ് പുതിയ നടപടി. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ വന്യജീവി ആക്രമണം തടയുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടതായി വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. പുനരധിവാസ മേഖലയിലെ ആനകളെ കാട്ടിലേക്ക് തുരത്തി ഓടിക്കാൻ തീരുമാനമായി. RRTയുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സമീപ പ്രദേശങ്ങളിൽ RRT സഹായം തേടാനും തീരുമാനമായി. പട്ടി, പൂച്ച തുടങ്ങിയ വളർത്തു മൃഗങ്ങളുടെയോ വന്യമൃഗങ്ങളുടെയോ മാന്തൽ, കടി എന്നിവയേറ്റാൽ സോപ്പ് ഉപയോഗിച്ച് ഒഴുകുന്ന വെള്ളത്തിൽ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും നന്നായി തേച്ച് കഴുകിയതിനു ശേഷം എത്രയും വേഗം ചികിത്സ തേടണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വളർത്തുമൃഗങ്ങളെ പരിചരിക്കുന്നവർ പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുക്കേണ്ടതാണെന്നും DMO അറിയിച്ചു. തലസ്ഥാനത്ത് നിന്നും ഇടുക്കി പൂപ്പാറയിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഉടുമ്പൻചോല 2ാം മൈൽ റോഡിന്റെ ഭാഗമായ ബൈസൺ വാലി കുരങ്ങുപാറ റോഡിലൂടെയുള്ള ആദ്യ ബസ് സർവീസാണ് ഇത്. തിരുവനന്തപുരത്തു നിന്നും കൊട്ടാരക്കര, കോട്ടയം, മൂവാറ്റുപുഴ, കോതമംഗലം, അടിമാലി, ആനച്ചാൽ, രാജാക്കാട് വഴിയാണ് ദിവസേന ബസ് സർവീസ് നടത്തുന്നത്. തൃത്താലയിൽ കോൺഗ്രസ് നേതൃയോഗത്തിൽ കൂട്ടത്തല്ല്. കോൺഗ്രസ് ഭരിക്കുന്ന കുമ്പിടി സഹകരണ ബാങ്കിൽ സാമ്പത്തിക തിരിമറി നടത്തിയയാളെ DCC ഭാരവാഹിയാക്കിയതിനെ ചൊല്ലിയായിരുന്നു തർക്കം. DCC പ്രസിഡന്റ് തങ്കപ്പന്റെയും DCC ജനറൽ സെക്രട്ടറി C ചന്ദ്രന്റെയും നിർവാഹക സമിതി അംഗം ബാലചന്ദ്രൻ മാസ്റ്ററുടെയും സാന്നിധ്യത്തിലാണ് കൂട്ടത്തല്ലുണ്ടായത്. തുടർന്ന് യോഗം അവസാനിപ്പിച്ചു.
മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷ ഇനി മുതൽ 2 തവണ. പുതിയ മോഡൽ 2026-27 അധ്യയന വർഷം മുതൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. 2027 നടക്കുന്ന 10ാം ക്ലാസ് പരീക്ഷകൾ ഫെബ്രുവരിയിലും മെയ്യിലും നടത്താനുള്ള തീരുമാനത്തിന്റെ കരട് പൂർത്തിയായി. പുതിയ രീതി അനുസരിച്ച് ഒരു വിദ്യാർത്ഥിക്ക് ഫെബ്രുവരിയിലെ പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് മെയ്യിൽ കൂടുതൽ മാർക്ക് ലഭിച്ചാൽ അത് രേഖപ്പെടുത്തും. മെയ്യിൽ കൂടുതൽ മാർക്ക് ലഭിച്ചില്ലെങ്കിൽ ഫെബ്രുവരിയിലെ മാർക്കാണ് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തുക. ദില്ലിയിൽ കുട്ടിക്കടത്ത് നടത്തിയ യുവതി സ്വന്തം മകനെ വിൽക്കാൻ ശ്രമിച്ചെന്ന് പോലീസ്. ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടികളെ കടത്തിയ 34-കാരിയെയും സംഘത്തെയും പോലീസ് കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ 15 മാസം പ്രായമുള്ള സ്വന്തം മകനെയും ഗർഭസ്ഥ ശിശുവിനെയും വിൽക്കാൻ ആവശ്യക്കാരെ അന്വേഷിക്കുകയായിരുന്നുവെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ KPS മൽഹോത്ര പറഞ്ഞു. ഇവർ കടത്തിക്കൊണ്ടുപോയ 3 കുട്ടികളിൽ 2 കുട്ടികളെയാണ് തിരിച്ചുകിട്ടിയത്. 3ാമത്തെ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ ആഭ്യന്തരമായി സംഭവിക്കുന്ന എല്ലാ തെറ്റുകൾക്കും ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നത് ഉചിതമല്ലെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ശനിയാഴ്ച ഡൽഹി സർവകലാശാല സാഹിത്യോത്സവത്തിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ബംഗ്ലാദേശിന്റെ ചില ആരോപണങ്ങൾ പരിഹാസ്യമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും യുദ്ധത്തടവുകാരെ കൈമാറണമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. എല്ലാ യുക്രൈൻ തടവുകാരെയും റഷ്യ മോചിപ്പിക്കണമെന്നും സമാനമായ രീതിയിൽ തടവുകാരെ മോചിപ്പിക്കാൻ യുക്രൈൻ തയ്യാറാണെന്നും സെലൻസ്കി പറഞ്ഞു. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ആതിഥേയരായ പാകിസ്ഥാൻ സെമി കാണാതെ പുറത്ത്. ഇന്നലെ നടന്ന ഗ്രൂപ്പ് എയിലെ നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ 5 വിക്കറ്റിന് കീഴടക്കി ന്യൂസിലൻഡ് സെമിയിലെത്തിയതോടെയാണ് പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്നും പുറത്തായത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 236 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡ് 112 റൺസെടുത്ത രജിൻ രവീന്ദ്രയുടെ മികവിൽ 46.1 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യത്തിലെത്തി. ഇതോടെ ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയും ന്യൂസിലൻഡും സെമി ഉറപ്പിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.